ഹലോ എവരിവൺ, വെൽക്കം ടു A4 അടുക്കള. നമുക്കിന്നൊരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഈ ബിരിയാണിയുടെ ചോറുണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഉണ്ടാക്കി. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതായിട്ട് കഴുകി നമുക്കൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാൻ ഈ ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് 2 ഏലക്ക, 2 ഗ്രാമ്പു, 2 പട്ട, ഒരു 10-12 കുരുമുളക്, പിന്നെ കുറച്ച് നെയ്യ്, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സ്പൈസസും പെരുംജീരകവും ഒക്കെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൂടാതെ 3 സവാള, 1 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അരമുറി നാരങ്ങ, 3 പച്ചമുളക് എന്നിവയൊക്കെ കൂടി ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇതിനകത്തുനിന്ന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് കരുതി വയ്ക്കുക. ഇത് ഏകദേശം ഒരു 1 കിലോ ചിക്കൻ ഉണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ടേസ്റ്റിനായി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു ചരുവ് എടുത്ത് അതിനകത്ത് അരി നല്ലതായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആ പാകത്തിന് വെള്ളം എടുക്കുക. ഈ വെള്ളം നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ആ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇതെല്ലാം നമുക്കൊന്ന് ചേർക്കാം. 2 വെച്ചിട്ടാൽ മതി കേട്ടോ. കുരുമുളക് മാത്രം ഒരു 10-12 ഇടുക. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഞാനിവിടെ ആദ്യം ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് പോരായിരുന്നു. പിന്നീട് കുറച്ചും കൂടി ഉപ്പിടേണ്ടി വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് പാകത്തിനുള്ള വെള്ളമായിരിക്കും. അരി എവിടെ വെന്തോളും നമുക്ക് ആ സമയം കൊണ്ട് ഗ്രേവി ഉണ്ടാക്കാം. നമുക്ക് കുറച്ചും കൂടെ ജോലിയൊന്ന് എളുപ്പമാക്കാം അല്ലേ? ആദ്യം വറുത്ത് കോരാം. ആദ്യം പാത്രം വയ്ക്കുക. പാത്രം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരുന്നത്. ആദ്യം സവാള വറുത്ത് കോരുക. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരാം. സവാള ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. പെട്ടെന്ന് ബ്രൗൺ നിറമായി കിട്ടും. ഇതുപോലെ ബ്രൗൺ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവാള എണ്ണയിൽ നിന്നും എടുക്കാം. ഞാൻ അതിനിടയ്ക്ക് സവാള കോരാനുള്ള തവി തപ്പിപ്പോയതാണ്. അപ്പോഴത്തേക്ക് അത് കുറച്ച് മൂപ്പായി. എന്നാലും കുറച്ചും കൂടെ മുന്നേ ഒന്ന് എടുക്കായിരുന്നു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടേ. ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. നമുക്കിനി മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കാം. മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും സവാളയും നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനകത്തോട്ട് ഇടാനുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ വെള്ളത്തിന് ഉപ്പ് കുറവായിരുന്നു എന്ന്. അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്തുനിന്ന് 1-2 ചോറെടുത്ത് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനകത്ത് ഉപ്പ് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉപ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിന് ഉപ്പ് പോരാന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചോറിന് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മൊത്തം വേവായിട്ടില്ല. നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ വെന്ത് കഴിഞ്ഞാൽ കറക്റ്റ് പരുവത്തിനാണ്. പക്ഷേ നമുക്ക് അത് കുറച്ച് വേണം വേവെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പരുവത്തിന് നമുക്ക് ചോറ് അടച്ചിടാവുന്നതാണ്. നമുക്കടുത്തത് ഗ്രേവി ഉണ്ടാക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ചോറുമൊക്കെ ഇടണ്ടേ, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉരുളി എടുത്തത്. ഉരുളി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ബാക്കിയുള്ള സ്പൈസസ് കൂടി നമുക്ക് അതിനകത്ത് ചേർക്കാം. ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക എന്നിവയാണ് ചേർത്തേക്കുന്നത്. പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റില്ലേ അത് ഇതിനകത്തോട്ടിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഈ ഗ്രേവി ചോറിനകത്ത് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ചുമന്ന മുളക് പൊടി ഇടാതെ പച്ചമുളക് ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. സവാള ഇടുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലേ നല്ലതായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടത്തുള്ളൂ. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഞാൻ ആ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതിനുശേഷം തക്കാളി ഇട്ട് നമുക്ക് വഴറ്റാം. തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ചേർക്കാം. ചിക്കനിൽ മസാല നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും മസാലയും കൂടി ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ ഗ്രേവിയൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് ഈ ഗ്രേവി പോരാ കേട്ടോ. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവി വേണം, അതിന് കണക്കാക്കിയുള്ള വെള്ളവും ചേർക്കണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ചിക്കനൊക്കെ നല്ലതായിട്ടൊന്ന് വേകണ്ടേ. ചിക്കൻ വേകാനായിട്ട് ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലതായിട്ട് വേവിച്ചോളൂ. അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നടന്നു വരികയാണെങ്കിൽ അത് വെന്തിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ചിക്കൻ പീസ് എല്ലാം നമുക്കൊന്ന് മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഗ്രേവി മാത്രം മതി. ചിക്കൻ പീസ് നമുക്ക് വേറെ കറിയാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഗ്രേവിയാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറില്ലേ, അതിൻ്റെ വെള്ളമെല്ലാം പോകാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചോറ് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. പാത്രത്തിലേക്ക് നമുക്ക് ചോറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ മതി. അത് ഇപ്പോഴേ ഇളക്കണ്ട. ഈ ചോറിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ബാക്കി വന്ന പുതിനയിലയും മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഈ പാത്രത്തിൻ്റെ നടുഭാഗത്ത് നിന്ന് ആ ചോറൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുക്കാം. അതിനകത്ത് ഗ്രേവിയും അതിൻ്റെ സ്മെല്ലും എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനകത്ത് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഞാൻ ഇതിലേക്ക് നേരത്തെ നെയ്യ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ വെള്ളം വാലാൻ വയ്ക്കുമ്പോൾ ആ നെയ്യ് അതിനകത്തെല്ലാം സ്പ്രെഡായി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നെയ്യ് അതിനകത്ത് ഒഴിച്ച് വെക്കാതിരുന്നത്. ഈ മൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ കാണാം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ ബിരിയാണി ചോറ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചോറ് നമുക്ക് കറിയില്ലാതെയും കഴിക്കാം. അതിൻ്റെ ഗ്രേവിയും മണവും എല്ലാം ആ ചോറിലെല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ് കൂടെ ചെയ്യാം. ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള, മല്ലിയില, പുതിനയില ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ചോറിനെ സുന്ദരിക്കുട്ടിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചിക്കറിയിലോട്ട് പോകാം. നമ്മൾ ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ വളരെ എളുപ്പമാണ്. ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൂടുതൽ പണിയൊന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ പണി. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അത് ഇതിനകത്തോട്ടൊന്ന് ഇടുക. ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ചൂടുവെള്ളം ഇതിനകത്തോട്ട് യൂസ് ചെയ്യാം. അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി ചോറിനുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ എല്ലാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.